ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന്. അതിന് മുൻപായി ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സണ്ണാണ് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. പിന്നീട് ജസ്റ്റിസ് വന്നിട്ടുണ്ട്, പിന്നീട് ഹെർമിറ്റ് വന്നിരിക്കുന്നു, സ്റ്റാർ വന്നിരിക്കുന്നു. വളരെ നല്ല എനർജിയാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള എനർജീസ് ആണ് വന്നിരിക്കുന്നത്. മേജർ അർക്കാന കാർഡ്സ് മാത്രമാണ്. സേക്രഡ് ഡെസ്റ്റിനി എന്നുള്ള കാർഡ്സ് ആണ് ഇത്. സേക്രഡ് ഡെസ്റ്റിനി അല്ല, സേക്രഡ് ഇന്ത്യൻ ടാരോട്ട് എന്ന് പറയുന്നതാണ് ഇത്. സേക്രഡ് ഡെസ്റ്റിനി അല്ല, സേക്രഡ് ഇന്ത്യൻ ടാരോട്ട് എന്ന് പറയുന്ന കാർഡ്സ് ആണിത്. അപ്പോൾ ഇതിൽ മേജർ അർക്കാന മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്നാണ് ഇത്രയും കാർഡ്സ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് മൈനറും കൂടെ വയ്ക്കാം. അപ്പോൾ ഇവിടെ സൺ കാർഡാണ് വന്നിരിക്കുന്നത് ഫസ്റ്റിലെ തന്നെ. സൺ കാർഡ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, പ്രകാശമാണ്. നിങ്ങളിവിടെ ചിലപ്പോൾ യോഗയൊക്കെ ചെയ്യുന്നവരുണ്ടാവണം. അതിരാവിലെ എഴുന്നേറ്റ് യോഗ ചെയ്യുന്നത്, സൂര്യ നമസ്കാരം ചെയ്യുന്നതും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾ പലരും ഇവിടെ എക്സർസൈസ് ഒക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. ചെയ്യുന്ന യോഗാഭ്യാസം, മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളിൽ പലരും, ഇത് നിങ്ങളുടെ എനർജിയാണ്. പലരും ഈ ഒരു വിധത്തിൽ ചിലപ്പോൾ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ എഴുന്നേൽക്കാം. പലരും ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെ എഴുന്നേൽക്കുന്നവരുണ്ട്. അവർക്കൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങളിൽ പലരും നിങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളിൽ പലരും അത് ചെയ്യുന്നുണ്ടാവാം. കാരണം അപ്രതീക്ഷിതമായിട്ട്, അവിചാരിതമായിട്ട് ഒരുപാട് വിജയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ പല കാര്യങ്ങളും പരമ്പരാഗതമായ രീതിയിലൂടെ, ചില ചിട്ടകളിലൂടെയൊക്കെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക, സൂര്യൻ ഉദിക്കുന്നതിന് മുൻപായിട്ട് തന്നെ ആ ഒരു സമയത്ത് തന്നെ സൂര്യ നമസ്കാരം ചെയ്യുക, അതുപോലെ സൂര്യ ഗായത്രി ജപിക്കുക, അതുപോലെ യോഗ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. ഇതൊക്കെയും നിങ്ങൾ നല്ലൊരു ചിട്ടയോടുകൂടി തുടർന്നു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുവഴി നിങ്ങളുടെ ജീവിതം വളരെയധികം വെളിച്ചത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കങ്ങനെ യാതൊരു കാര്യത്തിലും ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരുന്നില്ല. ഈ ഒരു ശീലം, ജീവിതത്തിലെ ഈ ഒരു ചിട്ടയായ രീതി നിങ്ങൾ പരിപാലിച്ചു കൊണ്ടുപോകുന്നത് നിമിത്തം നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നില്ല. നിങ്ങൾ നല്ലതുപോലെ വെളിച്ചത്തിലേക്കാണ് വരാൻ പോകുന്നത്. ഒരു പരാജയം നിങ്ങളെ ബാധിച്ചാൽ തന്നെയും പെട്ടെന്ന് അതിൽ നിന്ന് നിങ്ങൾക്ക് റിക്കവർ ആവാൻ സാധിക്കുന്നു. അവിടെ നിന്ന് നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ സാധിക്കാനുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നുണ്ട്. നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകും, എനിക്ക് ഈ ഒരു വലിയ തടസ്സം വന്നിട്ട് എനിക്കതിനെ ഓവർകം ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ളത്. അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ ഇവിടെ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വളരെ നല്ല എനർജിയാണ് വന്നിരിക്കുന്നത്. ജീവിതത്തിന്റെ തന്നെ ഒരു തുടക്കം ചിലർക്കൊക്കെ വരാം. ചിലരൊക്കെ ചിലപ്പോൾ ഇവിടെ നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടാകാം, തീരുമാനം എടുത്തിട്ടുണ്ടാകാം, ഇനിയിപ്പോ ന്യൂ ഇയർ ഒക്കെ അല്ലേ വരുന്നത്, എനിക്ക് ഇങ്ങനെയൊക്കെ അതിരാവിലെ എഴുന്നേൽക്കണം, ഇങ്ങനെ ചിട്ടയോടുകൂടിയുള്ള ഒരു ജീവിതചര്യയിലൂടെ മുന്നോട്ട് വരണം, എനിക്ക് ജീവിതത്തിൽ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്നും ഒരു മുക്തനാവണം, ഒരു മുക്തി ഉണ്ടാവണം എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ഇത് ശീലിക്കണം, അല്ല എങ്കിൽ നിങ്ങൾ ഇത് ചെയ്യണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിട്ടുള്ളവർ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതുവഴി തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം നല്ല ഒരു വെളിച്ചത്തിലേക്ക് പോകുന്നു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇരുളടഞ്ഞ ചില ജീവിതം ഉണ്ടായിരിക്കാം നിങ്ങൾക്ക്. ആ ഇരുളടഞ്ഞ ചില സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ വെളിച്ചത്തിലേക്ക് വരുന്നു, പ്രകാശത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
അപ്പോൾ ഇവിടെ അടുത്തതായിട്ട് ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾ ഇവിടെ പല കാര്യങ്ങളിലും പല വിധത്തിലുള്ള കേസുകളും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകാം. പുണ്യം ചെയ്യണം, പുണ്യം ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ഫലം പുണ്യമായിട്ട് തന്നെ വന്നുകൊള്ളും. പോസിറ്റീവായ ചില സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നന്മയേ വരൂ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാമായിരിക്കും അല്ലെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നിങ്ങൾ ഒരു നീതി ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ചില കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങളിൽ നിങ്ങൾ പെട്ടുഴലുകയാവാം. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിൽ നിങ്ങൾ ജസ്റ്റിസ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് വരാനുള്ളതാണ് എങ്കിൽ തീർച്ചയായിട്ടും ദൈവികമായ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ സാധ്യമാകുന്നതുമായിട്ടാണ് ഇവിടെ കാണുന്നത്. പല കേസുകൾ ഉണ്ടാവാം, നിങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ കേസിൽ പെടുത്തിയിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ്. ഒരുപാട് വിഷമകരമായ ചില സാഹചര്യങ്ങളാണെങ്കിൽ പോലും ഇനി ഇതൊന്നുമല്ല, കേസും കാര്യങ്ങളും ഒന്നുമില്ല, അല്ലാതെ തന്നെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ മുന്നോട്ട് വരുന്നവരാണെങ്കിൽ പ്രശ്നങ്ങളിൽ പെട്ടുഴലുകയാണ്, ഒരു നിർവാഹവുമില്ല, അതിനുള്ള പോംവഴി കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടുന്നു, ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ള ചില സാഹചര്യത്തിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കുന്നു, നിങ്ങൾക്കൊരു നീതി കിട്ടുന്നു എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം. കാരണം നിങ്ങൾ ഇവിടെ ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് വളരെ നല്ല തീരുമാനങ്ങളാണ്, ദൈവികമായ ചില തീരുമാനങ്ങളാണ്. ചിലപ്പോൾ സൂര്യഗായത്രി ജപിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും, അതിലൂടെയൊക്കെ നല്ല എനർജിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. സൂര്യഗായത്രി ദിവസവും രാവിലെ 11 തവണ ജപിച്ചു നോക്കൂ. സൂര്യനെ നോക്കി രാവിലെ എഴുന്നേറ്റ് കതക് തുറന്ന് ഫ്രണ്ടിലേക്ക് നോക്കിക്കൊണ്ട്, ഉദിച്ചു ഉയരുന്ന സൂര്യനെ നോക്കിക്കൊണ്ട് നിങ്ങൾ സൂര്യഗായത്രി 11 തവണ ജപിക്കുക, അല്ലെങ്കിൽ 7 തവണയെങ്കിലും ജപിക്കുക. എല്ലാ ദിവസവും രാവിലെ അങ്ങനെ ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓം ഭൂർഭുവസ്വഹ തത്സവിതുർവരേണ്യം, അതറിയാമായിരിക്കുമല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സൂര്യഗായത്രി മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 10-21 ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ വ്യത്യാസമാണ് വരാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് മുന്നോട്ട് കടക്കാൻ സാധിക്കും. കണ്ടില്ലേ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നീതി ലഭിക്കും തീർച്ചയായിട്ടും. അതാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഫസ്റ്റിലെ തന്നെ വന്നിരിക്കുന്നതിന്റെ തുടക്കമാണ് ഇവിടെ വന്നിരിക്കുന്ന ജസ്റ്റിസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ എന്താണ് ഈ ജസ്റ്റിസ് ലഭിക്കണമെങ്കിൽ, പരിപൂർണമായിട്ടും ലഭിക്കണമെങ്കിൽ നിങ്ങളിവിടെ മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജിയാണ്. ഒരുപാട് ഭൗതിക സുഖങ്ങളെ ഉപേക്ഷിക്കണം. ഭൗതിക സുഖങ്ങളെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അനാവശ്യകരമായ കുടുംബ ബന്ധത്തെ ഉപേക്ഷിക്കണമെന്നല്ല ഇവിടെ പറയുന്നത്. അനാവശ്യകരമായ കൂട്ടുകെട്ടുകളെ, അനാവശ്യകരമായ ചില പ്രവൃത്തികളെ ഒക്കെയും നിങ്ങൾക്ക് ഉപേക്ഷിക്കാവുന്നതാണ്. മറ്റുള്ളവരുടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുക. നമ്മൾ അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് പിൻവലിയാവുന്നതാണ്. എനിക്കിത് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യകരമായ സംസാരങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് നിങ്ങൾ വിചാരിക്കണം, എനിക്ക് എൻ്റെ സോളിന്റെ ഹാപ്പിനെസ് ആണ് ആവശ്യം, എന്നെ ഞാൻ തന്നെ സന്തോഷിപ്പിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ, എനിക്കിങ്ങനെ ദുഃഖിച്ചിരിക്കാൻ പറ്റുകയില്ല, എനിക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിട്ടിട്ട് യാതൊന്നും നേടാനില്ല. മനസ്സിലാവും, മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിട്ടിട്ട് ഒന്നും നേടാൻ പറ്റില്ല. അവരുടെ 2 ദിവസം കഴിയുമ്പോൾ അവരുടെ വായിൽ നിന്ന് കുത്തുവാക്കുകൾ കൂടി കേൾക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥകളിൽ നിന്ന് നിങ്ങൾ ഇവിടെ മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ പരിശ്രമിക്കണം. തീർച്ചയായിട്ടും ഇവിടെ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങണം നിങ്ങൾ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജി ഉണ്ട് ഇവിടെ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വിജയം ലഭിക്കും എന്നുള്ളതാണ് കാണുന്നത്. മറ്റുള്ളവരുടെ ഒന്നും ഒരു അനുവാദവും നിങ്ങൾക്ക് തേടേണ്ട യാതൊരു ആവശ്യവുമില്ല, ഉപദേശം തേടേണ്ട കാര്യമില്ല, ഒരു ഗൈഡൻസും വേണ്ട നിങ്ങൾക്ക്. മറ്റുള്ളവരിൽ നിന്ന് ഇതൊന്നും നിങ്ങൾക്ക് വേണ്ട. കാരണം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാനും അതിലൂടെ മുന്നോട്ട് പോകാനും നിങ്ങളുടെ ഉൾവെളിച്ചത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും എല്ലാവിധത്തിലുള്ള ചോദ്യത്തിനുള്ള ഉത്തരവും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള വിഷമങ്ങൾക്കും കാര്യമില്ല. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ആരോടും വഴക്കിടാതെ സ്വസ്ഥമായ ജീവിതം, സമാധാനത്തോടു കൂടിയുള്ള ഒരു ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പറഞ്ഞ രീതിയിലൂടെ മുന്നോട്ട് വരുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് സ്റ്റാറാണ്. നിങ്ങൾക്കൊരു ഉയർച്ച വരും ജീവിതത്തിൽ. കണ്ടില്ലേ, ഒരു സ്റ്റാറിനെ പോലെ തിളങ്ങാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ താരാമാതാവിൻ്റെയാണ് എനർജി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്, നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങളാണ് വരാൻ പോകുന്നത്. ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇവിടെ പുഷ്പങ്ങൾ കണ്ടില്ലേ, സമൃദ്ധി നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. അതുപോലെ നിങ്ങളുടെ ചക്രാസിന്റെ ആക്ടിവേഷൻ, സ്വയം ഹീൽ ചെയ്ത് മുന്നോട്ട് വരാനുള്ള കഴിവ്, സ്വയം ഹീലിംഗ് ആണ് ഇവിടെ. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, സ്വയം ഹീലിംഗ് ആണ് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ സൂര്യഗായത്രി ജപിക്കുക, അല്ലെങ്കിൽ യോഗ ചെയ്യുക എന്നൊക്കെ, സൂര്യ നമസ്കാരം ചെയ്യുക, യോഗ ചെയ്യുക എന്നൊക്കെ പറയുന്നത് എന്താണ്,
സെൽഫ് ഹീലിംഗ് ആണ്, ഹീലിംഗ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വിധത്തിൽ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ്, സമൃദ്ധിയിലേക്ക് പോകാൻ സാധിക്കുന്നു. സമൃദ്ധിയാണ് ഇവിടെ വന്നിരിക്കുന്നത്, കണ്ടില്ലേ? മറ്റുള്ളവർ നിങ്ങളെ കാണുമ്പോൾ ഒന്ന് ആദരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സ്റ്റാറായിട്ട് തിളങ്ങാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ജോലി ചെയ്യുന്നിടങ്ങളിലാണെങ്കിലും, അതുപോലെ തന്നെ മറ്റ് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലോ സമൂഹത്തിലോ എവിടെയായാലും നിങ്ങൾക്ക് ഒരു ഉയർന്ന പദവി ലഭിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് ലഭിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് ടാരോ കാർഡ്സ് ഒന്ന് നോക്കാവേ. ടെൻ ഓഫ് വാൺസിന്റെ എനർജിയാണ്, കണ്ടില്ലേ? ഇവിടെ 10 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ നിങ്ങൾക്ക് തീരാറായിരിക്കുന്നു. മനസ്സിലായി? നിങ്ങളുടെ കമ്പനിയിലെ ജോലി കാര്യങ്ങൾക്കിടയിലാണെങ്കിൽ പോലും നിങ്ങൾ എന്തെങ്കിലും തുടങ്ങി വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ തീരാറായിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു വർഷം ലാസ്റ്റ് ആവുന്നു. ഇത് നിങ്ങൾ തീർക്കുക തന്നെ ചെയ്യും. ഇത് നിങ്ങൾ തീർത്തു വെച്ചിട്ട് നിങ്ങൾ ഒരു പുതിയ സ്റ്റാർട്ടിങ്ങിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണിത്. 10 ഓഫ് വാൺസിന്റെ എനർജി എന്ന് പറയുമ്പോഴെന്താണ്? ഭാരിച്ച ഒരു ജോലി നിങ്ങൾ ഏറ്റെടുത്തിരുന്നിരിക്കാം, അല്ലെങ്കിൽ നല്ല റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു കുടുംബനാഥനായിരിക്കാം നിങ്ങൾ, കുടുംബനാഥയാവാം. ഇവിടെ നിങ്ങൾക്ക് ഇത് കഴിയാറായിരിക്കുന്നു, ഈ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഈ ഒരു ഭാരം കഴിയാറായിരിക്കുന്നു, താഴെ വയ്ക്കാറായിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങൾക്ക് പുതിയൊരു ലൈഫിലേക്ക് വരാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 10 ഓഫ് കപ്സിന്റെ എനർജിയാണ്, കണ്ടില്ലേ? കുടുംബസഹിതം സന്തോഷിക്കുന്ന എനർജിയാണ്. കുടുംബസഹിതമുള്ള സന്തോഷം എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഇവിടെ നിറപ്പകിട്ടാർന്ന ഒരു ജീവിതത്തിലേക്ക് വരികയാണ് നിങ്ങൾ. അതായത് ഇവിടെ ജസ്റ്റിസ് കിട്ടുന്നത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഇത് ചിലപ്പോൾ കുടുംബത്തിലുള്ളവര്, നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി അല്ല എങ്കിൽ നിങ്ങൾ 2 കപ്പിൾസ് തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അവിടെ നിങ്ങൾ ഒന്നിക്കാതെയൊക്കെ വിഷമിച്ചു കഴിയുന്ന ആൾക്കാരുണ്ടാവാം. ഒന്നിച്ച് ചേരണമെന്ന് രണ്ടുപേരും വിചാരിക്കുന്നില്ല, ഒരാൾ മാത്രമേ വിചാരിക്കുന്നുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഒരുപാട് സത്യസന്ധമായി മുന്നോട്ട് നീങ്ങുന്ന ചില വ്യക്തികൾക്ക് ഇത്തരത്തിലുള്ള സന്തോഷങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുന്നു. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ വെറുതെ ഒരു പിണക്കം കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കൂടിച്ചേർന്ന് സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു. അതുമല്ല എങ്കിൽ നിങ്ങൾ ന്യൂ ഇയർ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതും ആവാം, കുടുംബസഹിതം ന്യൂ ഇയർ ആഘോഷിക്കുന്നതിന്റെ എനർജി ആവാം. ഒരുപാട് സന്തോഷങ്ങളിൽ നിങ്ങൾ ഇന്ന് തന്നെ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അവിടെ നിറപ്പകിട്ടാർന്ന ഒരു ജീവിതം, അതായത് ഇത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ എൻജോയ് ചെയ്യുന്നു, സെലിബ്രേറ്റ് ചെയ്യുന്നു ജീവിതം. എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച്, നാളേക്കുള്ള ചിന്തകളില്ല, ഇന്നലെ കഴിഞ്ഞു പോയതിനെ കുറിച്ചുള്ള വിഷമവും ഒന്നുമില്ല. ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ ആഹ്ലാദിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം അടുത്തു വരുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് വേൾഡ് ആണ്, കണ്ടില്ലേ? ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾ ഇവിടെ എൻഡ് ആക്കുകയാണ്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളെ എൻഡ് ആക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ എൻഡ് ആക്കുന്നു, എന്നിട്ട് എന്താണ്? പുതിയൊരു തുടക്കത്തിലേക്ക് വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു സന്തോഷത്തിലേക്ക് വരാനാണ് നിങ്ങൾക്ക് ആഗ്രഹം. ഈ ഒരു ബൗണ്ടറിക്കുള്ളിൽ നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയിരുന്നത് സാധ്യമാക്കാനുണ്ട് നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഇതിന് വെളിയിലുള്ള ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ അകത്തേക്ക് വരികയാണ്. പോയ കാര്യങ്ങളിൽ നിന്നുള്ള ചിന്തകളെ ഉപേക്ഷിക്കുന്നു. പോയ സമയത്തെ അല്ലെങ്കിൽ പോയ കാലത്തെ, അതാണ് പറയുന്നത്. പോയ കാലത്തെ ചില വിഷമം പിടിച്ച ചില ചിന്തകളിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിവിടെ നിങ്ങൾക്ക് ഒരു സന്തോഷം തരുന്ന എനർജിയാണ്. ഇത് നിങ്ങളുടേതായ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു
കുടുംബത്തെ വാർത്തെടുക്കാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു. ഈ ഒരു കുടുംബത്തെ വാർത്തെടുക്കുമ്പോൾ നിങ്ങൾ അതിലേക്ക് വളരെയധികം സന്തോഷകരമായ എനർജിയെ മാത്രം നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ ചിലർക്കൊക്കെ പുതിയ ജോലി സാധ്യതകളാവാം, ഒരു നല്ല വരുമാനമുള്ള ചില ജോലികൾ വരുന്നതാവാം, സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നതാവാം, അതുപോലെ തന്നെ കുടുംബസഹിതം മറ്റെവിടെയെങ്കിലും പോയി ആഹ്ലാദിക്കുന്നതാവാം, അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള സന്തോഷങ്ങൾ വന്നു ചേരുന്നതും ആകാം. പല വിധത്തിലുള്ള സന്തോഷങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കാൻ സാധിക്കുന്നു. അതിൻ്റെതായ ഒരു തുടക്കം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ജീവിതത്തിൽ ബാലൻസിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം പോട്ടെ, ഇനിയെങ്കിലും എനിക്കൊരു ബാലൻസിലൂടെ മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചു, അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിച്ചു, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഇവിടെ ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈക്വലായിട്ട് ഗീവ് ആൻഡ് ടേക്ക് ചെയ്ത് പോകാനുള്ള എനർജിയാണ് വരുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ജീവിതത്തിൽ തോൽവി എന്നുള്ളത് നിങ്ങൾക്ക് വരുന്ന കാര്യമല്ല. നിങ്ങൾക്ക് ചിന്തിക്കുക പോലും ആവശ്യമില്ല, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്നു. കാരണം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംബാലൻസ് ആയ ലൈഫിനെ നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതിവിടെ നിങ്ങൾക്ക് സക്സസ് ആവുന്നു. അത് മുന്നോട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് ലഭിക്കുന്നു, ഡിവൈൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു. അപ്പോൾ പിന്നെ ഇനി എന്താ വേണ്ടത്? ഇവിടെ ഒരു സന്തോഷത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഫൈവ് ഓഫ് വാൺസിന്റെ എനർജിയാണ് ഇവിടെ. എന്തെങ്കിലും ഏടാകൂടങ്ങളിലൊക്കെ നിങ്ങൾ ഇപ്പോൾ പെട്ടിട്ടുണ്ട് എങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിൽ പ്രശ്നങ്ങളിൽ പെട്ടിട്ടുണ്ട്, നിങ്ങൾ വിചാരിക്കണം അവിടെ നിന്ന് മുന്നോട്ട് വരണം. ഇപ്പോഴെല്ലാം കൂടെ ഛിന്ന ഭിന്നമായിരിക്കുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ എന്താണ് ഇങ്ങനെ ചിന്നിച്ചിതറി കിടക്കുകയാണ്. പല കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ സാമ്പത്തികം ഒരറ്റത്ത്, സ്നേഹം ഒരറ്റത്ത്, മറ്റു ചില കാര്യങ്ങൾ വേറൊരിടത്ത്, പഠിക്കാനുള്ളതൊരിടത്ത്, അല്ലെങ്കിൽ ജോലിക്കാര്യങ്ങളിലെ പ്രശ്നങ്ങൾ മറ്റൊരിടത്ത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് ഇതിനെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വളരെയധികം സന്തോഷത്തിലൂടെ മുന്നോട്ട്, ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒന്ന് മുന്നോട്ട് കിടക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം അല്ലേ, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നുമല്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് മുന്നോട്ട് കടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നു കൂടുതലായിട്ടും, നിങ്ങൾ അതിനുവേണ്ടി ആക്ഷൻ എടുക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഹാങ്ഡ്മാൻ്റെ എനർജിയാണ്. കാരണം തീർച്ചയായിട്ടും ഇവിടെ എന്താണോ ഇപ്പോൾ വേണ്ടത് ചിന്തിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ ഒന്ന് അവയർനെസ് ലഭിക്കുകയും ചെയ്യും. മനസ്സിലായോ? ഒരു അവേക്കണിങ് നിങ്ങൾക്ക് ലഭിക്കുന്നു, അവയർനെസ് നിങ്ങൾക്ക് ലഭിക്കുന്നു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇപ്പൊ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ സ്റ്റക്കായിട്ടുണ്ടാവാം ഏതെങ്കിലും കാര്യത്തിൽ മാത്രം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നിടത്തൊന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായത്? നമ്മൾ ഒത്തിരി ദിവസം അങ്ങ് തലപുകഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കില്ല പല കാര്യങ്ങളിലും. അവിടെ ഒന്നും എത്രയും പെട്ടെന്ന് മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുക. അങ്ങനെ 2 ദിവസമൊക്കെ കഴിയുമ്പോൾ പഴയ എനർജി മാറിക്കിട്ടും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് പുതിയൊരു അവബോധം ഉണ്ടാകുന്നു. മനസ്സിലായോ? കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു വിവേചന ശക്തി ഉണ്ടാകുന്നു, ആ ഒരു പവർ ഉണ്ടാകുന്നു നിങ്ങൾക്ക്. അങ്ങനെ പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം ഇവിടെ എന്താണ്, പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, അതുപോലെ ഡിവൈൻ ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് ലഭിക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ 7 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷയിലായിരിക്കാം. എന്തോ നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നുള്ള ചില പ്രതീക്ഷകൾ ഉണ്ടാവണം. അത് എന്താണോ, ചിലപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാവാം, സാമ്പത്തിക കാര്യങ്ങളിലുമാകാം. 7 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ സാമ്പത്തിക കാര്യങ്ങൾക്കായിട്ടുള്ള ഒരു വെയിറ്റിംഗ് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, ദൈവമേ എനിക്ക് എന്തൊക്കെയോ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ ഉണ്ടായിരിക്കണം ചില സാമ്പത്തിക കാര്യങ്ങളൊക്കെ. ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ ശമ്പളം വന്നു ചേരാം, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ വന്നു ചേരാവുന്നതാണ്. അപ്പൊ അതിനായിട്ടുള്ള ഒരു കാത്തിരിപ്പുണ്ട് ഇവിടെ എന്നാണ് കാണുന്നത്. ചിലപ്പോൾ പിരിഞ്ഞുപോയ വ്യക്തികൾക്ക് വേണ്ടിയും നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം, ചില സാഹചര്യങ്ങൾക്ക് വേണ്ടിയും വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് പോസിറ്റീവിലേക്കാണോ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളിവിടെ
വെയിറ്റ് ചെയ്യുന്നത് പോസിറ്റീവിലേക്കാണോ എന്ന് നമുക്കൊന്ന് നോക്കാതെ തീർച്ചയായിട്ടും എംപ്രസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ എന്ത് കാത്തിരിക്കുന്നു, ബോട്ടം വന്നിരിക്കുന്നത് ഫാദർ ഓഫ് വാൺസ് ആണ്. വളരെയധികം ആവേശത്തോടു കൂടി കാത്തിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. കാരണം നിങ്ങളെ മറ്റുള്ളവർ അറിയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ അപകടകാരികളായ വ്യക്തികളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു പല കഴിവുകളുള്ള വ്യക്തികളാണ് എന്ന് മറ്റുള്ളവർ നിങ്ങളെ തിരിച്ചറിയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലായിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കഴിവുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, പക്ഷെ മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കത് സക്സസിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട്. നമ്പർ 3 ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഭാഗ്യം, ജൂപ്പിറ്റർ ഗ്രഹത്തിന്റെ ഇൻഫ്ലുവൻസ് ആണ് ഇതിവിടെ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എല്ലാവിധ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിറയാൻ പോകുന്നു, അല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ അത് പ്രതീക്ഷിക്കുന്നവർക്ക്, തീർച്ചയായിട്ടും അതിനായിട്ട് കാത്തിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കുന്നവർക്ക് അതിങ്ങനെയുള്ള റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും എന്നാണ് ഇവിടെ കാണുന്നത്. നമുക്ക് സോൾ മെസ്സേജസ് ഒന്ന് നോക്കാം. എന്താണ് ഇന്ന് നിങ്ങളുടെ സോളിൽ നിന്ന് നിങ്ങളോട് ഉള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇത് നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് റിലീസ് യുവർ ക്രിയേറ്റീവ് എനർജീസ് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്കുള്ളിലെ ചില ക്രിയേറ്റീവായിട്ടുള്ള എനർജീസ് നിങ്ങൾക്കുള്ളിലുണ്ട്, അതിനെ റിലീസ് ചെയ്യൂ. വെറുതെ എന്തിനാണ് അതിനെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ അറിയപ്പെടാതെ പോകുന്നത് എന്തിനാണ്? അറിയപ്പെട്ട് നിങ്ങൾ അതിനെ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സന്തോഷത്തിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എല്ലാവർക്കും ഉണ്ട് ക്രിയേറ്റീവ് എനർജി എന്താണെന്നുള്ളത്. എല്ലാവരുടെ ഉള്ളിൽ ഒരു ക്രിയേറ്റീവ് എനർജി ഉണ്ട്. ഇല്ലാത്തവരായിട്ട് ആരും തന്നെയില്ല. പക്ഷെ ആരും അത് കണ്ടെത്തുന്നില്ല, അത് കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല. പലർക്കും മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എന്നാൽ ചിലർക്കൊക്കെ അത് മനസ്സിലാകുന്നില്ല. പക്ഷെ അത് ഈ ഒരു സമയത്ത് നിങ്ങളത് മനസ്സിലാക്കണം, അതിനെ മുന്നോട്ട് കൊണ്ടുവരിക. തീർച്ചയായിട്ടും മേക്ക് യൂസ് ഓഫ് ദം ഇൻ യുവർ ലൈഫ്. അതിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ് എന്നുള്ളതാണ്, ഉപയോഗപ്പെടുത്തൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് സന്തോഷത്തിലേക്ക് വരാൻ സാധിക്കും. ഇവിടെ അവേക്കൺ ആൾ യുവർ സെൻസസ് എന്നാണ് പറയുന്നത്. കണ്ടില്ലേ, സ്ലോ ഡൗൺ ആൻഡ് ബിക്കം അവെയർ ഓഫ് ദം. ഇവിടെ അവേക്കൺ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ആൾ യുവർ സെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക്. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ല? ഈ പഞ്ചേന്ദ്രിയങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? കണ്ണും ചെവിയും മൂക്കും ത്വക്കും ഒന്നും ഇല്ലാതെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ ഇല്ല. അങ്ങനെ ഈ പഞ്ചേന്ദ്രിയങ്ങളെ നിങ്ങൾ ഉണർത്തിയെടുക്കൂ എന്നുള്ളതാണ് പറയുന്നത്. കണ്ണുകൊണ്ട് കാണേണ്ടത് കണ്ണിനെ സംരക്ഷിക്കുക, കണ്ണുകൊണ്ട് കാണേണ്ടത് കാണുക. ശ്വസിക്കേണ്ടടുത്ത് ശ്വസിക്കണം. ശ്വസനം അത്യാവശ്യ കാര്യമാണ്. കേൾക്കേണ്ട കാര്യങ്ങൾ മാത്രം കേൾക്കുക, അനാവശ്യകരമായ കാര്യങ്ങളെല്ലാം കൂടെ കേൾക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കേൾക്കേണ്ടത് മാത്രം കേൾക്കുക, സ്പർശനം ആവശ്യമുള്ളത് മാത്രം മതി, രുചിക്കേണ്ടത് ആവശ്യത്തിന് മാത്രം രുചിക്കുക, നല്ല ഭക്ഷണം ഭക്ഷിക്കുക. ഇതൊക്കെയാണ്. അല്ല അനാവശ്യകരമായിട്ട് എല്ലാം കൂടെ വലിച്ചുവാരി കഴിച്ചിട്ട് പിന്നെ അത് പ്രശ്നമാകും, ആരോഗ്യത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് അത് വേണ്ട. അപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പഞ്ചേന്ദ്രിയങ്ങളെ ഉണർത്തിയെടുക്കുക, അതിൻ്റെതായ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിവ് വേണം. അപ്പോൾ അതിനെ കൂടെ അറിഞ്ഞു ജീവിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതും കൂടെ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തേണ്ടത് അത്യാവശ്യ കാര്യമാണ്. ഇത് എൻ്റെ കണ്ണ്, എൻ്റെ മൂക്ക്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഇതൊന്നും ഇല്ലാത്തവർ എത്രയോ പേരുണ്ട്, അല്ല? കണ്ണില്ലാതെ, കാഴ്ചയില്ലാതെ ജീവിക്കുന്നവർ, കേൾക്കാൻ വയ്യാതെ ജീവിക്കുന്നവർ, സംസാരിക്കാൻ പറ്റാതെ ജീവിക്കുന്നവർ, ശ്വസിക്കാൻ പറ്റാത്ത, ഇതൊക്കെ ഒരുപാട് ആൾക്കാരില്ലേ? അവരുടേതായ പ്രശ്നങ്ങൾ കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൈവം നമുക്ക് ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട്. അതിന് ദൈവത്തോട് എല്ലായ്പ്പോഴും നന്ദി പറയുകയാണ് വേണ്ടത്. നമുക്ക് തന്നിട്ടുള്ള കഴിവുകൾക്ക് വേണ്ടിയിട്ട് ഒന്നുമില്ലേലും കാണാനും കേൾക്കാനുമുള്ള കഴിവെങ്കിലും മനുഷ്യന് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ എത്രയോ ഭാഗ്യവാന്മാരാണ്, എത്രയോ ഭാഗ്യവതികളാണ്. അപ്പോൾ മനസ്സിലായില്ല, അതില്ലാത്തവര് ഒരുപാട് കർമ്മദോഷികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനെ ഉണർത്തിയെടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു
അവെയർ ആകാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ക്രോസ് ദ ബ്രിഡ്ജ് ഓഫ് ഹാപ്പിനെസ്സിന്റെ ബ്രിഡ്ജ് ക്രോസ് ചെയ്യൂ എന്നുള്ളതാണ്. ഇറ്റ് ലീഡ്സ് ഓവർ ദ ഡെപ്ത്സ് ഓഫ് യുവർ ഇമോഷൻസ്. ഇത് നിങ്ങളുടെ ഇമോഷൻസിന്റെ ആഴത്തെ നിങ്ങൾക്ക് നയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്സിലേക്ക് വരൂ എന്നുള്ളതാണ് പറയുന്നത്. സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക എല്ലായ്പ്പോഴും. ബി പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കൂ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെയും എല്ലായ്പ്പോഴും മനസ്സിന് ശാന്തത ലഭിക്കും. മെഡിറ്റേഷൻ ചെയ്യുക, മനസ്സിന് ശാന്തത ലഭിക്കും. ഇങ്ങനെ പല കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ നമുക്കിവിടെ ബോട്ടം വന്നിരിക്കുന്നത് ഡെത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ചേഞ്ച് വരാൻ പോകുന്നു എന്നുള്ളതാണ്. വളരെ നല്ല എനർജിയാണ്. നിങ്ങൾക്ക് വളരെ നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ വരാൻ പോകുന്നു. മാറ്റങ്ങളുടെ തുടക്കമാണ് ഇനി ജീവിതത്തിൽ എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാനും സാധിക്കുന്ന വിധത്തിലുള്ളതായിരിക്കും. മനസ്സിലായോ? അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഒരുപാട് പേർ മറക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, കമൻ്റ് ഇടാൻ മറന്നു പോകരുത്, ഹൈപ്പ് ചെയ്യാൻ കൂടെ ഓർത്തിരിക്കണം. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.